ആനാട് ശശിയുടെ ആത്മഹത്യയിൽ സഹോദരന്റെ നിർണായക വെളിപ്പെടുത്തൽ കൈരളി ന്യൂസിനോട്. ആത്മഹത്യയ്ക്ക് കാരണം കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതെന്ന് സഹോദരൻ ജയചന്ദ്രൻ. പണം തിരികെ ലഭിക്കില്ലെന്ന നിരാശ ശശിയെ കടുത്ത വിഷാദ രോഗത്തിലേക്ക് നയിച്ചെന്നും ജയചന്ദ്രൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. ജയചന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയ മ്യൂസിയം പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കോൺഗ്രസ് അനുഭാവിയും മനോരമ പ്രാദേശിക ലേഖകനുമായ ആനാട് ശശി കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത്. മരണകാരണം സംബന്ധിച്ച് പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടെയാണ് ശശിയുടെ സഹോദരൻ ജയചന്ദ്രന്റെ നിർണായക വെളിപ്പെടുത്തൽ. കോൺഗ്രസിന്റെ നിയന്ത്രണത്തിലുള്ള മുണ്ടേല രാജീവ് ഗാന്ധി സഹകരണ ബാങ്കിലെ 1.72 കോടി രൂപ തിരികെ ലഭിക്കാത്തതാണ് ശശിയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്ന് സഹോദരൻ ആനാട് ജയചന്ദ്രൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. പണം തിരികെ ലഭിക്കില്ലെന്ന നിരാശ ശശിയെ കടുത്ത വിഷാദ രോഗത്തിലേക്ക് തള്ളിവിട്ടെന്നും ജയചന്ദ്രൻ. കാരണം വേറൊന്നുമില്ല, ഡിപ്രഷൻ കൊണ്ട് പുള്ളിയുടെ പണം നഷ്ടപ്പെട്ടതിലുള്ള ഡിപ്രഷൻ കൊണ്ട് കുറച്ച് ദിവസമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ്, ശാരീരിക അസ്വസ്ഥത ഉണ്ടായി. ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് 20,000 രൂപ കിട്ടിയെന്നാണ് ഞാൻ കണ്ട ന്യൂസ്. അതിന് അതിൽ കൂടുതലൊന്നും കിട്ടാൻ വഴിയില്ല. പല പ്രാവശ്യം ചോദിച്ചു. അവിടുത്തെ പല ഇത് ഒഴിവഴികളും പറഞ്ഞു മാറിയെന്നാണ് പറയുന്നത്. ഉള്ളൂ. ആള് ഏകദേശം കണ്ടാൽ നമുക്ക് ഒരു കഷ്ടം തോന്നുന്ന അവസ്ഥയിലേക്ക് ആരോഗ്യമൊക്കെ പോയി, മാനസികമായി തകർന്ന്, ആരുമായിട്ടും വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. അതൊക്കെ അങ്ങനെ പോയായിരുന്നു. പിന്നെ കിട്ടുമെന്നുള്ള പ്രതീക്ഷ എനിക്ക് തോന്നുന്നു ഏറെക്കുറെ അസ്തമിച്ചു. അതാണ് എൻ്റെ കാരണം. ജീവിതകാലം മുഴുവനുള്ള കുടുംബത്തിന്റെ സമ്പാദ്യമാണ് ബാങ്കിൽ നിക്ഷേപിച്ചത്. പണം തിരികെ ലഭിക്കുന്നതിനായി സഹോദരൻ പരാതികൾ നൽകിയിരുന്നു. പൂർണ്ണമായും തകർന്ന ബാങ്കിന് നിക്ഷേപത്തുക തിരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ലെന്നും ജയചന്ദ്രൻ കുറ്റപ്പെടുത്തി. പുള്ളി ഈ പരാതി കൊടുത്തിട്ടുണ്ട്, പോലീസ് എന്തോ കേസെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അരുവിക്കര പോലീസായിട്ട്. പിന്നെ ഈ പറഞ്ഞ സഹകരണ ഡിപ്പാർട്ട്മെൻറ്റിന് ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ സൊസൈറ്റിയുടെ സ്ഥിതി എന്ന് പറയുന്നത് അവർക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ കൊടുക്കാനൊക്കില്ല. അതായത് ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതും പിന്നെ 42 വർഷമായി മനോരമയിൽ സേവിക്കുന്നു. ഭാര്യ ചീഫ് മെഡിക്കൽ ഓഫീസറായി റിട്ടയർ ചെയ്തു. ആ പണം എല്ലാം കൂടെ പലയിടത്തുമൊക്കെ നിക്ഷേപിച്ചിരുന്ന എല്ലാം കൂടെ കൊണ്ടുവന്ന് ഈ സൊസൈറ്റി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്നും കിട്ടിയിട്ടില്ല. കുറച്ച് 20,000 രൂപ കിട്ടിയെന്നാണ് ഞാൻ കണ്ട ന്യൂസ്. അതിന് അതിൽ കൂടുതലൊന്നും കിട്ടാൻ വഴിയില്ല. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി വിശദമായ മൊഴി ജയചന്ദ്രൻ മ്യൂസിയം പോലീസിന് മുമ്പാകെ നൽകിയിട്ടുണ്ട്. ജയചന്ദ്രന്റെ മൊഴി രേഖപ്പെടുത്തിയ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കമലേഷ് തെക്കേക്കാട്, കൈരളി ന്യൂസ്, തിരുവനന്തപുരം.